ക്ലെംസി വ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ചിക്കൻ സോസേജ് ഫ്രൈഡ് റെസിപ്പിയുമായിട്ടാണ്. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ചിക്കൻ സോസേജ് എങ്ങനെയാണ് ഈസി ആയിട്ട് ഫ്രൈ ചെയ്തെടുക്കുന്നത് ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്നത്. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യണം. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ കമൻറ്റിലൂടെ അറിയിക്കണം. ഇങ്ങനെ ഒരു പാക്കറ്റ് സോസേജ് എടുത്തിട്ടുണ്ട്. ഇത് ഫുള്ളായിട്ട് ഞാൻ ഇപ്പോൾ ഫ്രൈ ആക്കുന്നില്ല. 6 പീസ് മാത്രമാണ് ഞാൻ ഫ്രൈ ചെയ്തെടുക്കുന്നത്. ഇത് ഫ്രീസറിൽ വെച്ചിട്ടുണ്ടായിരുന്നു. അതാണിങ്ങനെ ഐസ് കട്ട വീഴുന്നത്. ഫ്രീസറിലാണ് ഇത് സൂക്ഷിക്കേണ്ടത്. ഇതിൽ നിന്നും 6 പീസാണ് ഞാനിപ്പോൾ ഫ്രൈ ചെയ്തെടുക്കുന്നത്. 4 പീസ് വട്ടത്തിൽ അരിഞ്ഞെടുത്തിട്ട് ഫ്രൈ ചെയ്തെടുത്തിട്ട് മസാലയാക്കാം. അത് നല്ല രസമുണ്ടാവും. അത് ചപ്പാത്തിൻ്റെ കൂടെയും പൊറോട്ടയുടെ കൂടെയും ബ്രെഡിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റും. സോസേജ് ഫ്രൈ ചെയ്തതും അതുപോലെ കഴിക്കാൻ പറ്റും. ചപ്പാത്തിയുടെ കൂടെയും പൊറോട്ട ബ്രെഡിൻ്റെ കൂടെയൊക്കെ ഇതും കഴിക്കാൻ പറ്റും. ഇപ്പോൾ ഞാൻ 6 പീസ് മാത്രമാണ് ഫ്രൈ ചെയ്തെടുക്കുന്നത്. 4 പീസ് ഫ്രീസറിൽ തന്നെ വെച്ചിട്ടുണ്ട്. അത് വട്ടത്തിൽ അരിഞ്ഞെടുത്തിട്ട് ഫ്രൈ ചെയ്തിട്ട് മസാലയാക്കുന്നുണ്ട്. അതിപ്പോൾ ഞാൻ കാണിക്കുന്നില്ല. ഈ 6 പീസ് ഫ്രൈ ചെയ്തെടുക്കുന്നതാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത്. ചിക്കൻ സോസേജ് ഓരോന്നെടുത്തിട്ട് ഇതുപോലെ കത്തി വെച്ച് വരഞ്ഞു കൊടുക്കാം. ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ഉള്ളിലൊക്കെ മസാല പിടിക്കും. സോസേജ് എല്ലാം വരഞ്ഞെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. മുളക് പൊടി, അല്പം കുരുമുളക് പൊടി, ഉപ്പ്, പിന്നെ കുറച്ച് കോൺഫ്ലവർ പൗഡറാണ് ചേർക്കുന്നത്. ഇത് മാത്രമാണ് ഞാനിപ്പോൾ ചേർത്തിട്ട് ഉണ്ടാക്കിയെടുക്കുന്നത്. ഇതൊക്കെ ചേർത്ത് നന്നായി മിക്സാക്കി എടുക്കുക. മിക്സാക്കി എടുത്തതിന് ശേഷം അല്പം ഇത് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. റെസ്റ്റ് ചെയ്യാൻ വെച്ച് കഴിഞ്ഞാൽ സോസേജിൻ്റെ ഉള്ളിലൊക്കെ മസാല പിടിക്കും. ഇതുപോലെ ഞാൻ എല്ലാം മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇത് അല്പം ഇങ്ങനെ വെക്കാം. അതിനുശേഷമാണ് ഫ്രൈ ചെയ്തെടുക്കുന്നത്. ഫ്രൈ ചെയ്യാൻ ആവശ്യമായിട്ട് ഞാനൊരു നോൺ സ്റ്റിക്ക് പാൻ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നോൺ സ്റ്റിക്ക് പാൻ ചൂടായപ്പോൾ അല്പം ബട്ടർ ഇട്ട് കൊടുക്കുന്നുണ്ട്. ബട്ടറിലാണ് ഞാനിത് ഫ്രൈ ചെയ്തെടുക്കുന്നത്. ബട്ടറിലല്ലാതെ ഓയിലിലും ഇത് ഫ്രൈ ചെയ്തെടുക്കാം. ബട്ടറെല്ലാം മെൽറ്റായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് സോസേജ് ഓരോന്നായിട്ട് ഇങ്ങനെ ഇതുപോലെ ഇട്ട് കൊടുക്കാം. ഒരു ഭാഗം ചെറിയൊരു കുക്കായിട്ടുണ്ട്. ഇനി ഇത് തിരിച്ചിട്ട് കൊടുക്കാം. ഇങ്ങനെ തിരിച്ചിട്ട് കൊടുത്തിട്ട് ഈ ബട്ടറിൽ തന്നെ ഫ്രൈ ചെയ്തെടുക്കാം. നല്ല ടേസ്റ്റാണ് ഇങ്ങനെ കഴിക്കുമ്പോൾ. ബട്ടറിൽ ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ നല്ല ടേസ്റ്റും നല്ല മണവും ഉണ്ടാവും ഈ സോസേജിന്. ഇങ്ങനെ സോസേജ് തയ്യാറാക്കാത്തവർ ഒന്ന് സിമ്പിളായിട്ട് ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണം. ഞാനിപ്പോൾ ഇത് കഴിക്കുന്നത് ബ്രെഡിൻ്റെ കൂടെയാണ്. ബ്രെഡിൻ്റെ കൂടെയും ചപ്പാത്തിയുടെയും പൊറോട്ടയുടെ കൂടെയൊക്കെ കുബൂസിൻ്റെ കൂടെയൊക്കെ ഇത് കഴിക്കാൻ പറ്റും. സോസേജ് ഇവിടെ ആകുന്നുണ്ട്. നല്ലോണം മൊരിഞ്ഞ് വരണം. അപ്പോഴാണ് ഇതിന് നല്ല ടേസ്റ്റ്. ഇവിടെ ആകുന്നുണ്ട് സോസേജ്. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ സപ്പോർട്ട് ചെയ്യണേ.
വീഡിയോ കണ്ട് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ കമൻറ്റിലൂടെ അറിയിക്കണം. സോസേജ് ഫ്രൈ ഇവിടെ ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കുമ്പോൾ. ഉള്ളിൽ നല്ല സോഫ്റ്റും പുറത്ത് നല്ല ക്രിസ്പിയുമായിട്ടുള്ള സോസേജ് ഫ്രൈ ആണിത്. താങ്ക് യു ഫോർ വാച്ചിങ്.